സ്കൂളിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അഞ്ജലി രാജീവിന്റെ അക്ഷരലഹരി. പി.എൻ. പണിക്കരുടെ കർമ്മകാണ്ഡം എന്ന പുസ്തകമാണ്. ഇതിൽ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് പി.എൻ. പണിക്കരുടെ ജീവചരിത്രം പറയുന്നത്. കേരളത്തിൽ 1909 മുതൽ കഞ്ഞിക്കുളം ആരംഭിക്കുന്ന ചരിത്രമാണ് ഇതിൽ പറയുന്നത്. നീലമ്പേരൂർ ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. പിതാവ് കർഷകനായിരുന്നു. സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹം ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കുഞ്ഞായിരിക്കുമ്പോൾ സത്യധർമ്മ, ത്യാഗം എന്നിവയൊക്കെ ഉൾക്കൊണ്ട ജീവിത മൂല്യങ്ങൾ ഉൾക്കൊണ്ടു. 1925 നീലമ്പേരൂർ മിഡിൽ സ്കൂളിൽ താൽക്കാലിക അധ്യാപകനായി ജോലിക്ക് ചേർന്നു. ജ്യേഷ്ഠൻ അവധിയെടുത്ത ഒഴിവിലാണ് നിയമനം ലഭിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു മാതൃകാ അധ്യാപകനായി മാറി. വിദ്യാർത്ഥികളും അധ്യാപകരും അദ്ദേഹത്തെ അത്രയേറെ ബഹുമാനിച്ചു. വേഷത്തിലോ ഭക്ഷണത്തിലോ ഒന്നും ഒരു നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരുന്നില്ല. 1926 നീലമ്പേരൂരിൽ അങ്ങനെ സനാതധർമ്മം വായനശാല സ്ഥാപിക്കപ്പെട്ടു. പി.എൻ. പണിക്കരെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയാണ് ഗാന്ധിജി. 1930 ചെമ്പരത്തിക്കുട്ടിയമ്മയെ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് കടന്നത്. അദ്ദേഹത്തിൻ്റെ ഇളയ മകളായ ഗീതാകുമാരി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ലോകം വിട്ടുപോയി.